നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് പ്ലംബർ ബ്ലോക്കാണ്. പ്ലംബർ ബ്ലോക്കിന്റെ 7 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ്. ഇതാണ് തന്നിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഇതും ടോപ്പ് വ്യൂ ആണ് ഇത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതെന്ന് പറയുന്നിടത്ത് ക്യാപ്പാണ്. ക്യാപ്പിന്റെ ഫ്രണ്ട് വ്യൂ ആണ് തന്നിരിക്കുന്നത്. ടോപ്പ് വ്യൂ ആണ് ഇത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ബ്രാസിന്റെ ഇതാണ്. അതായത് അതിൻ്റെ അകത്തുള്ള ബ്രാസസിന്റെ ഇതാണ്. അതിൻ്റെ അകത്ത് 2 ഉണ്ട്, 1ഉം 2ഉം. പിന്നെ നമുക്കുള്ളത് നാലാമത്തെ ഡോഗ് നട്ടുണ്ട്, വാഷറുണ്ട്, പിന്നെ ബോൾട്ട് ഉണ്ട്. അങ്ങനെ 7 ഇതാണ് നമുക്കുള്ളത്. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ബ്ലോക്കിന്റെ ഇവിടെ നിന്നാണ് വരച്ചു തുടങ്ങുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് നമുക്ക് തന്നിരിക്കുന്നത് 206. ഇവിടം തൊട്ട് ഇവിടം വരെ 206 ആണ്. അത് കഴിഞ്ഞ് 25 അങ്ങോട്ട് 25 ഇങ്ങോട്ടും ഉണ്ട്. അപ്പം ടോട്ടൽ 256 വരും. 256 എടുത്ത് സെൻട്രൽ ലൈനിൽ നിന്ന് 256ന്റെ പകുതി, അപ്പം 128 ഒരു സൈഡിലോട്ട് ആക്സിസ് വരച്ചതിന് ശേഷം ഒരു സൈഡ് 128, അടുത്ത സൈഡിലോട്ട് 128 വരയ്ക്കുക. അതാണ് നമ്മൾ ഏറ്റവും ചെയ്യുന്നത്. നമ്മൾ ആക്സിസ് ലൈൻ വരച്ചതിന് ശേഷം 128 റൈറ്റും ലെഫ്റ്റും വരയ്ക്കുക. അപ്പം ഇവിടുന്ന് 128 ഇങ്ങോട്ട് വരച്ചു. 256 ആണ് അല്ലേ? 128 ഇങ്ങോട്ടും വരച്ചു. ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വരയ്ക്കാനുള്ള ഇതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഉദ്ദേശിക്കുന്ന ഹൈറ്റ്. ഈ ഹൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 20 ആണ് ഹൈറ്റ് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് 20 എടുത്ത് വരയ്ക്കുക. 20 എടുത്ത് വരയ്ക്കുമ്പോൾ ഇവിടെ ഈ സൈഡിൽ R4 റേഡിയസ് 4 വെച്ച് നമ്മൾ ഇവിടെ നിന്നൊരു ആർക്ക് വരുന്നുണ്ട്. ആ ആർക്കും വരയ്ക്കണം. 20 ഡിസ്റ്റൻസിലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു നമ്മൾ ലൈൻ വരച്ചു. അതിനുശേഷം ഇവിടുത്തെ ഇത് ലൈൻ ജോയിൻ ചെയ്യാൻ നേരത്ത് ആർക്ക് വരയ്ക്കാണ്ടെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അതിനുശേഷം നമുക്ക് വരേണ്ടത് ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ്, അതായത് ഈ ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വരേണ്ടത്. അത് നമുക്ക് താഴെ ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട് 72 റേഡിയസ്, അതായത് ഒരു സൈഡിലേക്ക് 72 മാറിയാണ് ഇതിന്റെ പൊക്കത്തോടുള്ള ഹൈറ്റ് വരുന്നത്. ഈ ഹൈറ്റ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് 72 ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പൊക്കത്തുള്ള ഈ ലൈൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആർക്ക് വരച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 72 ആണ് റേഡിയസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 72 എടുക്കുക, മാർക്ക് ചെയ്യുക. അപ്പം ഇവിടെ 72 എടുത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ സൈഡിലും 72 എടുത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ നമ്മൾ മാർക്ക് ചെയ്ത ആ ലെങ്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻ കണ്ടിന്യൂ ചെയ്യാം. അതേ രീതിയിൽ ഇവിടെയും ചെയ്യുക. കണ്ടിന്യൂ. അതിനുശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഈ ലൈൻ നമുക്ക് മായ്ച്ചു കളയാം. അതിനുശേഷം നമുക്ക് ഇതിനിവിടെ നിന്ന് ടോട്ടൽ ഹൈറ്റ്, ഇതിന്റെ ഈ ബ്ലോക്കിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 80 ആണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ 80 എടുക്കുക. 80 എടുത്തതിന് ശേഷം ഇവിടുന്ന് പൊക്കത്തോട്ട് വരയ്ക്കുക. അതിനകത്തും R6 ഡയമീറ്ററിൽ റേഡിയസിൽ എന്ത് വരുന്നുണ്ട്, R6 റേഡിയസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഇവിടെ വരയ്ക്കാം. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ R6 റേഡിയസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് R6 റേഡിയസ് എടുത്തതിന് ശേഷം ഈ ലൈൻ വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. ഈ സൈഡിൽ നമ്മൾ R6 വരച്ചു. ഈ സൈഡിൽ നമ്മൾ R6 വെച്ച് റേഡിയസ് എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതായത് ഇവിടം തൊട്ട് ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ ടോപ്പ് വ്യൂ നോക്കാൻ നേരത്തെ തന്നിട്ടുണ്ട്. എത്രയാ, 72 എന്ന് തന്നിട്ടുണ്ട്. 72 എന്ന് പറഞ്ഞ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടം തൊട്ട് ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 72 ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് 80 വരെ എടുത്ത് വരച്ചിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഈ സെന്റർ, അതായത് നമ്മുടെ ആക്സിസിന്റെ അവിടുന്ന് 72ന്റെ പകുതി അത്ര 36 ഡിസ്റ്റൻസിൽ, അതായത് ഇവിടുന്ന് 36 ഡിസ്റ്റൻസ് വരെ നമുക്ക് എന്ത് വരയ്ക്കാം, ഈ ലൈൻ ഫുള്ളായിട്ട് വരയ്ക്കാം.
അങ്ങനെ ഫുള്ളായിട്ട് വരയ്ക്കുക. നമ്മൾ വരയ്ക്കാൻ നേരത്തെ നമ്മളോട് തന്നിരിക്കുന്നത് ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അതിനുശേഷം 72 വരയ്ക്കുക. 72 വരച്ചതിന് ശേഷം ബാക്കി നമ്മളിവിടെ ഒരു ചെറുതായിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു സൈഡിൽ 36 ഇത് മെഷർ ചെയ്യുക. 36 മെഷർ ചെയ്ത് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ 72ന്റെ ഇവിടെ 36 അടുത്ത സൈഡിലോട്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈൻ, ആ ലൈൻ അങ്ങ് കൂട്ടി യോജിപ്പിക്കുക. ഇതേപോലെ ഈ സൈഡ്. അതിനുശേഷം വേണ്ടാത്ത ഈ ലൈൻ ബാക്കി വേണ്ടാത്താണ്, അത് മായ്ച്ചു കളഞ്ഞേക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പൊ ഇത്രയും വരച്ചു. അതിനുശേഷം ടോട്ടൽ 25 താഴെയായിട്ട് 25 ഡിസ്റ്റൻസ് താഴെ വരയ്ക്കുക. അതിനുശേഷം R32 എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. അപ്പൊ ആർക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഡിസ്റ്റൻസിൽ നിന്ന് 25 താഴെ എടുത്തതിന് ശേഷം ഒരു സെൻട്രൽ ആക്സിസ് വരയ്ക്കുക, ആക്സിസ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് 36 എടുത്ത് ടോട്ടൽ ഇങ്ങനെ ആർക്ക് സെമി സർക്കിൾ വരയ്ക്കുക. ആർക്കല്ല, സെമി സർക്കിൾ വരയ്ക്കുക. ആദ്യം തന്നെ നമ്മൾ ഈ ഇതേ ഹൈറ്റിൽ നിന്ന് 25 മെഷർ ചെയ്ത് വരച്ചു. അതിനുശേഷം 25ന് ശേഷം നമ്മൾ അവിടെ ഒരു ആക്സിസ് ലൈൻ വരയ്ക്കണം. ആക്സിസ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. അത് ലൈറ്റായിട്ട് വരച്ചാൽ മതി. ആക്സിസ് ലൈൻ വരച്ചു. അതിനുശേഷം നമ്മൾ 32 റേഡിയസ് 32 എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ 32 എടുത്തു, ആർക്ക് കട്ട് ചെയ്യുന്നു. നമ്മൾ R32ന്റെ പകുതി വരച്ചാൽ മതി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ പക്കത്ത് ഒരു ബ്രാസ് ഉണ്ട്, ബ്രാസ് വെക്കണം. ബ്രാസിന്റെ വെക്കാൻ നേരത്തുള്ള ഡയമീറ്റർ നോക്കാം. ഇതിന്റെ ഉള്ളില് നമ്മളിപ്പം വരച്ച് ഇതാണ്. ഇതിന്റെ ഉള്ളിൽ ഈ ബ്രാസ് വരുന്നുണ്ട്. ഇതിന്റെ വരുന്ന R38 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ R25 വരുന്നത്. നമുക്ക് അതും കൂടെ വരച്ച് വെക്കാം. അസംബ്ലി ഡ്രോയിങ് ആണല്ലോ വരയ്ക്കുന്നത്, അപ്പൊ അതും കൂടെ വരയ്ക്കാം. R38 അപ്പം റേഡിയസ് R38 എടുത്തു. അതിനുശേഷം ഈ ഹാഫ് സെക്ഷനിലോട്ട് വരച്ചാൽ മതി. മറ്റേ സെക്ഷനിൽ നടത്താൻ നേരത്ത്, അതായത് ഹാഫ് സെക്ഷൻ നടക്കാൻ നേരത്ത് ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ നടക്കുന്നത്, അതുകൊണ്ട് ഈ സെക്ഷനിൽ മാത്രം വരയ്ക്കുക. അതിനുശേഷം ഇതിന്റെ അകത്തെ ഇന്നർ ഡയമീറ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ R25 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 25 ഡിസ്റ്റൻസ് എടുത്ത് അടുത്ത ആർക്ക് കട്ട് ചെയ്യുക. R25 എടുത്ത് അത് വരയ്ക്കാൻ നേരത്ത് ഫുള്ള് വരയ്ക്കാവേ, ഇങ്ങനെ ഫുള്ള് വരയ്ക്കുക. അപ്പൊ നമ്മള് ബെയറിങ് ഫുള്ള് വരച്ചു. അതിനുശേഷം നമുക്ക് ഈ പൊക്കന്ന് കിടക്കുന്ന താഴെ ലൈൻ താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡ് പ്രൊജക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്, അത് അതുപോലെ തന്നെ വരയ്ക്കണം. അങ്ങനെ വരച്ചു. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഈ നട്ടിന്റെയും ബോൾട്ടിന്റെയും വരയ്ക്കാം. ബോൾട്ടിന്റെ വരയ്ക്കാൻ നേരത്ത് ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്ന നേരത്ത് 16.5 ആണ് തന്നിരിക്കുന്നത്. ഈ ലെങ്ത് തന്നിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ 104 ഡിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് 22. ആ 22 തന്നിരിക്കുന്നതെന്ന് പറയുന്ന നേരത്ത് ഇവിടുന്ന് 25 ഡിസ്റ്റൻസിലാണ് 22 നമുക്ക് സൈഡോട്ട് വരയ്ക്കേണ്ടത്. അപ്പൊ 25 ഡിസ്റ്റൻസ് മാറി ഒരു ആക്സിസ് വരയ്ക്കാം. ഓക്കെ, 25 ഡിസ്റ്റൻസ് മാറി ഒരു ആക്സിസ്. അതേ രീതി തന്നെ ഇവിടെ ഈ സൈഡിൽ. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന 22 ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്, അതിന്റെ ലെങ്ത് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ള. നമുക്ക് 22 ലെഫ്റ്റ് ഒരു സൈഡോട്ട് 11 അടുത്ത സൈഡോട്ട് 11 എടുത്ത് മാർക്ക് ചെയ്യാം. ഇതേ സെയിം രീതി തന്നെ ഇപ്പുറത്തെ സൈഡിൽ. അപ്പൊ നമുക്ക് ഈ സൈഡ് വരയ്ക്കാൻ നേരത്ത് ഡോട്ട് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ഡോട്ട് ലൈൻസ് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഹാഫ് സെക്ഷൻ ആണ് വരയ്ക്കുന്നത്, ഡോട്ടറല്ല ഫുൾ ലൈൻ വരയ്ക്കും. അതിനുശേഷം നമ്മൾ വരയ്ക്കേണ്ടത് ഇപ്പം 104 ഡിസ്റ്റൻസിൽ ഇപ്പം നമുക്ക് ഈ ഇത് വരയ്ക്കാനുള്ളത്
104 ഡിസ്റ്റൻസ്, അതായത് 104ന്റെ പകുതി എടുത്ത് 52 എടുത്ത് ലെഫ്റ്റോട് റൈറ്റോട് മാർക്ക് ചെയ്തതിനു ശേഷം നമ്മളൊരു ആക്സിസ് വരയ്ക്കുക. ആക്സിസ് വരച്ചതിന് ശേഷം 29ന്റെ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അപ്പം ഈ ലെങ്ത് 29 മാർക്ക് ചെയ്യുക. 29ന്റെ പകുതി ലെഫ്റ്റ് റൈറ്റ് എടുക്കുക. അതുപോലെ ശേഷം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 16 ആണ് തന്നിരിക്കുന്നത്. 16 മാർക്ക് ചെയ്ത് നമുക്ക് ഇത് വരയ്ക്കാം. അത് നമുക്ക് 52 ഇവിടെ 52 മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 52 മാർക്ക് ചെയ്യാം. 52 മാർക്ക് ചെയ്തതിനു ശേഷം ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കാം. സെൻട്രൽ ലൈൻ നമ്മൾ വരച്ചു. അതുപോലെ തന്നെ ഈ സൈഡ് സെൻട്രൽ ലൈൻ വരയ്ക്കാം. 29ന്റെ പകുതി എടുക്കുക, മാർക്ക് ഇവിടെ ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ ഈ സൈഡിലും. അതിനുശേഷം നമുക്ക് വരയ്ക്കേണ്ടത് 16 mm ഹൈറ്റിലാണ് വരയ്ക്കേണ്ടത്. 16 mm ഹൈറ്റ് എടുക്കുക. ഹൈറ്റിൽ ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ 16 mm ഹൈറ്റ് എടുത്ത് ബോക്സ് വരയ്ക്കുക. ഇവിടെ വരയ്ക്കാൻ നേരത്ത് 16 mm ബോക്സ് മാത്രം വരച്ചു. നമുക്ക് ബോൾട്ടാണ് വരയ്ക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ടോപ്പ് പാർട്ട് വരയ്ക്കാം. ടോപ്പ് പാർട്ട് വരച്ചതിന് ശേഷം ബോളിലൂടെ നടക്കാം. നമുക്ക് ടോപ്പ് പാർട്ടാണ് വരയ്ക്കേണ്ടത്. ടോപ്പ് പാർട്ട് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ആക്സിസിൽ നിന്ന്, നമ്മുടെ നേരത്തെ വരച്ച ആക്സിസ് ഉണ്ട്, ആക്സിസിൽ നിന്ന് 25 റേഡിയസ് എടുത്ത് 38 റേഡിയസും പിന്നെ ഇതിന്റെ പകുതി ഉണ്ട്, പകുതി വെച്ചിരിക്കുന്നത് 32 ആണ്. അങ്ങനെ 3 റേഡിയസിൽ നമുക്ക് ആർക്ക് കട്ട് ചെയ്യാം. ആർക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ചെയ്യാം. 32ന്റെ റേഡിയസ് നമ്മൾ കട്ട് ചെയ്തു. അത് പകുതി കട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് 25ന്റെ അകത്തെ ഇന്നർ റേഡിയസ് ഉള്ള 25ന്റെ കട്ട് ചെയ്യാം. ഇന്നർ വരയ്ക്കാൻ നേരത്ത് ഫുള്ള് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ 38 എടുത്ത് നമ്മൾ മെയിൻ സർക്കിൾ വരയ്ക്കുന്നു. അത് ഹാഫ് സൈഡ് വരച്ചാൽ മതി, അടുത്ത ഹാഫിലോട്ട് പോകണ്ട, കാരണം സെക്ഷൻ നടത്തുന്നുണ്ട്. ഇത്രയും നമ്മൾ വരച്ചു. അതിനുശേഷം നമുക്ക് വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്ന നേരത്ത് ഇവിടുന്ന് 30, അതായത് സെൻട്രൽ ലൈന് 32 മെഷർ ചെയ്യുക. അതിനുശേഷം 32 മെഷർ ചെയ്തതിന് ശേഷം ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് 104 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് 72 ആണ് ആർക്ക് വരുന്നത്. അപ്പൊ 72 ആണ് ഈ ലെങ്ത് വരുന്നത്. അപ്പൊ ഒരു സൈഡിലോട്ട് 72, അടുത്ത സൈഡിലോട്ട് 72 എടുത്ത് വരയ്ക്കുക. അങ്ങനെ ടോട്ടൽ 72 ആണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് 32, സെന്ററിൽ നിന്ന് 32 ഹൈറ്റ് എടുക്കാം. ഹൈറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്ലോക്ക് ഹൈറ്റ് 20 തിക്നെസ്സിൽ 20 mm തിക്നെസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, 20 mm തിക്നെസ്സിൽ 72 ലെങ്തിൽ നമുക്ക് ഒരു സൈഡിലോട്ട് 72 വരയ്ക്കാം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ആദ്യം തന്നെ ഇവിടുന്ന് 32 മെഷർ ചെയ്യുക. ഈ ലൈനിൽ നിന്ന് 32 മെഷർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ലൈൻ പുറത്തോട്ട് വരയ്ക്കാം. 32 വരച്ചതിന് ശേഷം അതുപോലെ തന്നെ ഈ സൈഡിലും. അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇവിടെ 29 തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അതിനവിടുന്ന് 29 എടുക്കുക. 29 എടുക്കുന്നു. 29 എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടൊരു ചെറിയ ലൈൻ വരയ്ക്കണം. എന്ന് വെച്ചാൽ പൊക്കത്തെ പാർട്ട് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ 29 ഇവിടെ പോയിന്റ് നേരത്തെ മാർക്ക് ചെയ്തായിരുന്നു. ആ ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അപ്പം ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം നമുക്ക് പൊക്കത്തോട്ട് ഈ സൈഡിൽ വരത്തില്ല. ഈ സൈഡിൽ നമ്മുടെ എന്തായിപ്പോയി, നമ്മുടെ ഇത് ബ്രാസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് വരയ്ക്കേണ്ട കാര്യമില്ല. ഈ സൈഡ് മാത്രം വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ പൊക്കത്തേക്കുള്ള ഈ ലൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൈഡോട്ട് ലൈൻ വരയ്ക്കുക. സൈഡോട്ട് ലൈൻ വരയ്ക്കാൻ നേരത്ത് നോക്കണം, ഈ സൈഡിൽ നമുക്ക് എന്തായിട്ട് വരയ്ക്കാം, ഒരു ചെറിയ ലൈനെ വരയ്ക്കാവുള്ളൂ.
അതായത് തിക്നെസ് കുറഞ്ഞ ലൈനെ വരയ്ക്കാവുള്ളൂ, കാരണം നമുക്ക് കുറച്ച് മായ്ച്ചു കളയേണ്ടതുണ്ട്. ഈ സൈഡ് വരയ്ക്കാൻ നേരത്ത് തിക്നെസ് കൂട്ടി ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് 20 mm മാർക്ക് ചെയ്യാം. 20 ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, ആ 20 mm മാർക്ക് ചെയ്യുക അപ്പുറത്തെ സൈഡിൽ. അതിനുശേഷം ഒരു തിൻ ലൈൻ നമുക്ക് പൊക്കത്ത് 20 mm നമ്മൾ മാർക്ക് ചെയ്തില്ല അവിടെ വരച്ച് വെക്കാം. അങ്ങനെ ഒരു തിൻ ലൈൻ വരയ്ക്കാം. തിൻ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ R62 റേഡിയസ് എടുത്ത് നമുക്ക് ഈ ആർക്ക് പൊക്കത്തെ ആർക്ക് നമുക്ക് കട്ട് ചെയ്ത് വരയ്ക്കാം. R62 റേഡിയസ് എടുത്ത് R62 അതായത് റേഡിയസ് 62 എടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ നമ്മൾ നേരത്തെ തിൻ ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനെ കട്ട് ചെയ്തുകൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു ആർക്ക് വരയ്ക്കാം. അപ്പം ഈ ലൈനെ മാത്രമേ ടച്ച് ചെയ്യാവുള്ളൂ, അതിൽ കൂടുതൽ പോകല്. അപ്പം അങ്ങനെ ആർക്ക് വരച്ചു. അതിനുശേഷം നമ്മൾ തിൻ ലൈൻ വരച്ചത് ഡാർക്ക് ലൈനായിട്ട് മാറ്റാം. ഇവിടെ ഇതുപോലെ തന്നെ ഈ സൈഡ്. അതിനുശേഷം നമുക്ക് വരയ്ക്കേണ്ട ബോൾട്ടാണ്. ബോൾട്ട് എന്ന് പറയാൻ നേരത്ത് ഈ രണ്ട് സൈഡിൽ ഈ ഉണ്ടോ ഇവിടെ ബോൾട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണ് ഇവിടുത്തെ ബോൾട്ടിന് ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 28 ബോൾട്ട് എത്രയാണ് 12 തിക്നെസ്സിൽ, ഹൈറ്റ് 12 വരാവുള്ളൂ. അപ്പോൾ നമുക്ക് 12 തിക്നെസ്സിൽ നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു ബോൾട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ M60 ബോൾട്ടാണ് വരുന്നത്. M60 ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 60 ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 126 ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ത്രെഡ് ലെങ്ത് 50 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബോൾട്ട് വരയ്ക്കാം. നമ്മൾ 29 ഇത് വരച്ച് വെച്ചിട്ടുണ്ട്, 29 തിക്നെസ്സിൽ. അപ്പം നമുക്ക് 28 അതായത് 14 ലെഫ്റ്റും 14 റൈറ്റും എടുത്തതിന് ശേഷം 12 തിക്നെസ്സിൽ ബോൾട്ടിന്റെ ഹെഡ് വരയ്ക്കാം. നമുക്ക് വരയ്ക്കേണ്ടത് M16 ബോൾട്ടാണ്. M16 ബോൾട്ട് സ്ക്വയർ ബോൾട്ടാണ് വരയ്ക്കേണ്ടത്. സ്ക്വയർ ബോൾട്ടിന്റെ ഇതെന്ന് പറയാൻ നേരത്തെ എത്രയാണ് ആർക്ക് കട്ട് ചെയ്യേണ്ടത്, 1.5D + 3 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആർക്ക് വരുന്നത്. അപ്പം അതെന്ന് പറയാൻ നേരത്ത് 1.5 എന്ന് പറയാൻ നേരത്തെ എത്രയാണ് 16 ആണ് വരുന്നത്. M16 ആണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് എത്ര വരും 27 വരും. അപ്പോൾ 27 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത് വരയ്ക്കാൻ നേരത്തെ ഡോട്ട് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. കാരണം എന്നാ ഇത് ഈ സെക്ഷൻ അപ്പുറത്താണ് സെക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് ഡോട്ട് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 12 ആണ്. അപ്പോൾ 12 മാർക്ക് ചെയ്യാം. 12 മാർക്ക് ചെയ്തതിന് ശേഷം 12 കുത്തി നമ്മൾ എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. ആർക്ക് എന്ന് പറഞ്ഞാൽ 1.5D + 3 ആണ്. അപ്പം നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ അതെടുത്ത് ആർക്കിനെ വരയ്ക്കുക. അതിന് ശേഷം ഒരു ലെഫ്റ്റ് സൈഡോട്ടും റൈറ്റ് സൈഡോട്ടും 8 നമ്മൾ എടുക്കുക, മെഷർ ചെയ്യുക. അതിന് ശേഷം അവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അപ്പർ സൈഡ് നമുക്ക് വരുന്നത് 126 ലെങ്ത് ആണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് 126 ലെങ്തിലോട്ട് നമുക്ക് വരയ്ക്കാം. ഈ സൈഡ് നമുക്ക് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ 126 ലെങ്ത് വരയ്ക്കാം. അതുപോലെ ഈ ലൈനും വരയ്ക്കാം. ഇവിടെ സെക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഈ ലൈനും നമുക്ക് ഈ ലൈൻ വരയ്ക്കാൻ നേരത്ത് 126 വരയ്ക്കാൻ നേരത്തെ എന്താണ് ഡോട്ട് ലൈൻസ് യൂസ് ചെയ്താൽ വരയ്ക്കുന്നത്. നമുക്ക് ഇത്രയും ഭാഗം ഡോട്ട് ലൈൻസ് ആണ്. നമുക്ക് ഈ ഇത്രയും ഭാഗത്ത് എന്താ നേരിട്ട് വരയ്ക്കാം. പൊക്കത്തോട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ഈ സൈഡ്. നമുക്കിനി വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ 1 ഇവിടുത്തെ വരുന്നത് ഒരു വാഷറാണ്. വാഷറിന്റെ തിക്നെസ് നമുക്ക് തന്നിരിക്കുന്നത് 2 mm തിക്നെസ് ആണ്. അപ്പം നമ്മൾ 2 mm അവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് ഹൈറ്റാണ് 2 mm തിക്നെസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 36 വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 36ന്റെ പകുതി
നമ്മൾ 2mm മാർക്ക് ചെയ്തിട്ടില്ലേ, അതായത് ആ 2mm മാർക്ക് ചെയ്തതിനോട് അങ്ങോട്ട് ലെഫ്റ്റും റൈറ്റോട്ടും 18mm എടുത്ത് വരയ്ക്കുക. ഈ സൈഡ് വരയ്ക്കാൻ നേരത്ത് കുറച്ച് 36 വരച്ചാൽ മതി. 36 എത്രയെന്ന് വെച്ചാൽ അത് വെച്ച് വരയ്ക്കുക. നമ്മളിവിടെ വാഷർ വരച്ചതിന് ശേഷം നമുക്ക് എന്താ വരയ്ക്കേണ്ടത്, M16 ഒരു നട്ടും വരയ്ക്കാണ്ട് ലോങ് നട്ടും വരയ്ക്കാണ്ട്. അപ്പൊ നട്ട് വരയ്ക്കേണ്ടത് അതിന്റെ വരയ്ക്കേണ്ടത് M16 ആണ് പറഞ്ഞിരിക്കുന്നത്. M16 ഒരു നട്ട് വരയ്ക്കുക. അപ്പൊ നട്ട് വരയ്ക്കാൻ നേരത്ത് 16mm ഹൈറ്റ് എടുത്ത് നമ്മുടെ ഹെക്സാണൽ നട്ട് വരയ്ക്കുക. അങ്ങനെ എന്ത് വരച്ചു, നമ്മൾ 32 ബോൾട്ട് വരച്ചു. ബോൾട്ട് വരച്ചതിന് ശേഷം ഇവിടെ ആർക്ക് കട്ട് ചെയ്യണം. ആർക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ആർക്ക് കട്ട് ചെയ്യാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ആർക്ക് ചെയ്തത് ഇത്രയാണ് 19.2 ആണ് വരുന്നത്. അപ്പോൾ 19.2 എടുത്തതിന് ശേഷം മാത്രം ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മളിവിടെ ആർക്ക് കട്ട് ചെയ്ത് നമ്മുടെ ബോൾട്ട് വരച്ചു. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഈ സൈഡിലും വരയ്ക്കുക. നമുക്ക് വരയ്ക്കേണ്ട ലോക്ക് നട്ടാണ്. ലോക്ക് M16 ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ലോക്ക് നട്ടിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് അല്ല, ലോക്ക് നട്ടിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 0.6D ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതനുസരിച്ച് 0.6D എത്രയാണോ 9.56 വരുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം 9.56 എടുത്തു. അതിനുശേഷം നമുക്ക് അതിന്റെ തിക്നെസ് വരുന്നത് പറഞ്ഞത്. പിന്നെ ആർക്ക് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ 1.5D ആർക്കാണ് നമ്മുടെ ഈ നടുക്കത്തിൽ വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്കത് വരയ്ക്കാം. 1.5D അതായത് 16 1.5D എന്ന് പറഞ്ഞാൽ അത് 24 ആണ്. അപ്പൊ 24 എടുത്ത് പൊക്കത്തും അതുപോലെ താഴെയും വരയ്ക്കണേ. ലോക്ക് നട്ടിന്റെ എന്ന് പറയുന്നത് താഴെയുണ്ട്. അപ്പൊ നമ്മൾ പൊക്കത്തും താഴെയും വരച്ച് അതേപോലെ തന്നെ ഇപ്പുറ സൈഡ് നമ്മളിവിടെ വരയ്ക്കേണ്ടത് 30 ആംഗിൾ എടുത്താണ് വരയ്ക്കേണ്ടത്. അതനുസരിച്ച് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. അപ്പം ഈ ബോൾട്ടിന്റെ ടോട്ടൽ ലെങ്ത് 126 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മിച്ചം കിടക്കുന്നുണ്ട്. വളരെയാണ് 126. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ നേരത്ത് എന്താ ഇവിടെ വരുന്നത് 1.25 × D ആണ് വരുന്നത്. അപ്പൊ 1.25D എന്ന് പറയുന്ന നേരത്ത് എത്ര വരും, നമുക്ക് വരുന്നതെന്ന് പറഞ്ഞ നേരത്ത് 20 ആണ് വരുന്നത്. അപ്പൊ 20 വെച്ച് ആർക്ക് എടുത്ത് വരച്ച് കട്ട് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ 20 എടുത്ത് വരച്ച് ഇവിടെ വരച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡ് മൈനർ ഡയമീറ്റർ ഡിനോട്ട് ചെയ്യണം. അതിപ്പം 0.9 × D ആണ് വരുന്നത്. അപ്പൊ അതെടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ സൈഡിൽ മാർക്ക് ചെയ്യാൻ നേരത്ത് 50 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സൈഡിലൂടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 50mm വരെ ഇത് വരുന്നുണ്ട്. നമുക്കിവിടെ എന്താ ഇവിടം വരെ വരുന്നുണ്ട്. അപ്പം ഇവിടം വരെ നമുക്ക് അതിങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി അടുത്ത വരയ്ക്കേണ്ട ഇവിടുത്തെ ഓയിലിന്റെ ഇതാണ്. ഓയിൽ ഘടകത്തിലുള്ളതാണ്. അപ്പം നമുക്ക് വരയ്ക്കേണ്ടത് അതിന്റെ ഹോൾ വരയ്ക്കാൻ വേണ്ടി 16mm 12mm ആണ് ഇവിടുത്തെ പൊക്കത്തെ ലെങ്ത് ഇതായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 12ന്റെ പകുതി 6 റൈറ്റോട്ട് ലെഫ്റ്റോട്ട് എടുക്കും. അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊട്രാക്ടർ എടുക്കുക. ഒരു സൈഡോട്ട് 90 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 45 ആംഗിള് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 45 ആംഗിള് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അത് കഴിഞ്ഞില്ല താഴത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 6mm ഡയമീറ്റർ വന്നിരിക്കുന്നത്. 6mm എന്ന് പറയുന്ന നേരത്ത് 3mm ആണ്. അപ്പൊ നമുക്ക് 3mmന്റെ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു 3mmന്റെ പോയിന്റ് ഇവിടെ 3mmന്റെ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 12mm ഉണ്ടല്ലോ, 12mmന്റെ അവിടെ നിന്ന് 45 മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ അതെടുക്കുക. അതിനെടുത്തതിന് ശേഷം ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ നേരത്തെ മാർക്ക് ചെയ്തേക്കണതിൻ്റെ അവിടെ വരെ വരയ്ക്കുക. ഇപ്പുറത്തെ സൈഡിൽ വരയ്ക്കാൻ നേരത്ത് ഈ സൈഡിൽ നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത് ഡോട്ടർ ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഡോട്ടർ ലൈന് വരയ്ക്കുക. ഡോട്ടർ ലൈൻ വരച്ചു. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ 32 വരച്ചിട്ടുണ്ടോ അവിടം വരെ നമുക്ക് ഈ ലൈന് കണ്ടിന്യൂ ചെയ്യാം.
അതായത് 6 mm കണ്ടിന്യൂ ചെയ്യാം. ഇപ്പുറം വരയ്ക്കാൻ നേരത്തെ എന്താകും, അത് ഇപ്പുറ സൈഡോട്ട് വരയ്ക്കാൻ നേരത്തെ അതെന്താകും, ഡോട്ട് ലൈനായിട്ട് മാറുന്നു മാത്രം. ഇവിടം വരെ ഡോട്ട് ലൈൻസ് നമുക്ക് വരയ്ക്കാം. അതിനുശേഷം ഇവിടെ വെച്ച് അതിന്റെ ഡയമീറ്റർ കുറഞ്ഞിട്ട് 4 mm ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡോട്ട് 2 mm മാർക്ക് ചെയ്യാം. ഒരു സൈഡിൽ മാർക്ക് ചെയ്യുന്നു, അടുത്ത സൈഡിൽ 2 mm മാർക്ക് ചെയ്യുന്നു. അത് നമുക്ക് എവിടെ വരെ വരും, നമ്മുടെ ഈ ലൈനിന്റെ അവിടെ വരെ വരും. അത് നമുക്ക് വരയ്ക്കാം. ഇതിവിടെ വരെ വരും. ഇതിലൂടെ ആക്കിയിട്ട് ഡോട്ട് ലൈൻസ് വരയ്ക്കാം. അതുപോലെ തന്നെ താഴെയും വരുന്നുണ്ട്. താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 7 mm താഴത്തോട്ട് മാർക്ക് ചെയ്യുക. അത് 6 ഇതാണ് വരുന്നത്. ഇവിടെ നിന്ന് 7 mm താഴത്തോട്ട്. നമുക്ക് ഇവിടെ നിന്ന് 7 mm എത്രയാണോ അത് നോക്കാം. അവിടുന്ന് നമുക്ക് വരുന്ന 6 mm ഡയമീറ്റർ ഉള്ളതാണ് വരുന്നത്. അപ്പം അത് സൈഡോട്ട് 3, സൈഡോട്ട് 3. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ ഈ സർക്കിൾ ഡോട്ടർ ലൈൻസ് വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഡോട്ടർ ലൈൻസ് വരയ്ക്കുക കേട്ടോ. ഒരു ക്ലോസിംഗ് ലൈൻ ഉണ്ട്, അത് നമ്മളെന്ത് ഡോട്ടർ ലൈൻസ് വരച്ച് വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെ ക്ലോസിംഗ് ലൈൻ വരും. ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ നടത്താം. ഇനി അടുത്ത സെക്ഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത്. ഹാച്ചിങ് നടത്തുക. സെക്ഷൻ മീൻസ് ഹാച്ചിങ് നടത്തുക. ലെഫ്റ്റ് സൈഡാണ് സെക്ഷൻ നടത്തുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഹാച്ചിങ് നടത്തുക. നമുക്ക് ഏറ്റവും അവസാനം നമുക്കൊരു ഇതിങ്ങനെ ബൾജ് ചെയ്ത് പൊക്കത്തോട്ടിരിക്കണം. അപ്പൊ നമുക്ക് ബൾജ് ചെയ്ത് കാണാൻ വേണ്ടി നമ്മളൊരു ഇങ്ങോട്ടൊരു കുറച്ച് ലൈൻ നീട്ടി വരയ്ക്കുക. ലെങ്ത് നീട്ടി വരച്ചതിന് ശേഷം നമ്മളിവിടെ എത്ര R6 എത്രയാണോ, R6 ആയിരുന്നു. R6 നമ്മളെടുത്ത് എന്ത് ചെയ്യുന്നു, ആർക്ക് കട്ട് ചെയ്തതിനു ശേഷം ആ ലൈൻ പൊക്കത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഈ ലൈൻ പൊക്കത്തോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ബൾജ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് എന്താ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബൾജിങ് പോലെ തോന്നുന്നില്ലേ, അതിന് വേണ്ടിയാണ് ഇത്. അപ്പൊ അങ്ങനെ പുറത്തോട്ട് കുറച്ച് ബൾജ് ചെയ്യുന്നിപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി. ഇപ്പൊ സെക്ഷൻ ചെയ്യുന്ന കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി ഇതിനകത്തെ അളവുകളെല്ലാം മെഷർ ചെയ്ത് എഴുതാം. ആണ് ഫ്രണ്ട് വ്യൂ. നമ്മൾ അതിനകത്ത് ഡയമെൻഷൻസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. അതിന് ആക്സിസ് ലൈൻ താഴത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നമുക്കൊരു ആക്സിസ് ലൈനിന്റെ ഒരു സെന്റർ ലൈൻ വരയ്ക്കാം. വരച്ചു. ഇപ്പൊ സെന്റർ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിഡ്ത്ത്, ടോട്ടൽ വിഡ്ത്ത് നമുക്ക് തന്നിരിക്കുന്നത് 64 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് ഇത് കണ്ടോ, ഇത് നമുക്ക് നേരെ താഴത്തോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് 64 സൈഡോട്ട്. 64ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ, 32 പൊക്കത്തോട്ടും താഴത്തോട്ടും എടുത്ത് നമുക്ക് എന്ത് വരയ്ക്കാം, ഇതിന്റെ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കാം. മറ്റേ ഇതിനെ പ്രൊജക്ട് ചെയ്യുക. നമ്മളങ്ങനെ 32 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ സൈഡിൽ 32 മാർക്ക് ചെയ്തു. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ഇത് ലൈൻ വരുന്നുണ്ട്. ആ ലൈൻ നമുക്ക് കാണാം. അതായത് ഇവിടെ വെച്ച് കേർഡ് പോർഷൻ ഉണ്ട്. കേർഡ് പോർഷൻ ഇത് വരയ്ക്കുക. ഇതിവിടെ അതുപോലെ തന്നെ. അതിനുശേഷം ഇവിടുത്തെ ആക്സിസ് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലെ ആക്സിസ് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക. 16 നമുക്കിവിടെ ടോട്ടൽ ലെങ്ത് 16 ആണ് ഹോൾഡിന്റെ വരുന്നത്. അവിടെ 16 മാർക്ക് ചെയ്തു. അപ്പോൾ 8 പൊക്കത്തോട്ട് 8 താഴത്തോട്ട് എടുത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്നത് ഇവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. നമ്മൾ ഈ ഇവിടുത്തെ ഈ സെൻട്രൽ ആക്സിന് ഇങ്ങോട്ട് 12 ആണ് നമുക്ക് ലെങ്ത് തന്നിരിക്കുന്നത്. അതിന് 22 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 11 ലെഫ്റ്റും 11 റൈറ്റും എടുത്തതിന് ശേഷം നമ്മൾ കോമ്പസിൽ 8 മാർക്ക് ചെയ്യുക. 8 മാർക്ക് ചെയ്ത്
ഇവിടെ ഇങ്ങനെ കുത്തി എന്ത് വരയ്ക്കുക, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. അങ്ങനെ 8ന്റെ ഇത് എടുത്ത് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ സെമി സർക്കിളിനെ രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു ഒക്കത്തും. അതുപോലെ തന്നെ ഇപ്പുറ സൈഡ്. അപ്പൊ നമുക്കൊരു സ്ലോട്ട് കിട്ടി. അതിനുശേഷം നമുക്ക് ഇനി പൊക്കത്തെയാണ് വരയ്ക്കേണ്ടത്. പൊക്കത്തെ ഇവിടുത്തെ 12 mm ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്നത് 12 mm ഇതാണ്. 12 mm ഡയമീറ്റർ ഉള്ള സർക്കിൾ വരുന്നുണ്ട് ഇതിന്റെ ഈ പൊക്കത്തിൽ പാകത്തുള്ള. അതിന് ശേഷം 6 mm വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് രണ്ടും വരയ്ക്കുക. 12 mm റേഡിയസ് ഉള്ള ഇത് വരയ്ക്കുന്നു. 12 mm റേഡിയസ് അല്ല കേട്ടോ, 12 mm ഡയമീറ്റർ ഉള്ള. അതിനുശേഷം നമുക്ക് ഈ ലെങ്ത് നമ്മൾ ഇവിടുത്തെ ഈ ലെങ്ത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. അതായത് R72 ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ആർക്ക് ഇവിടെ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഇനി ഇതിന്റെ ആക്സിസ് നമുക്ക് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിൽ ആക്സിസ് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന നേരത്ത് ഫസ്റ്റ് തന്നെ എന്ത് വരുന്നുണ്ട്, വാഷറിന്റെ വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ വാഷറിന്റെ ലെങ്ത്. അപ്പൊ നമുക്കത് എന്താ പറയാ, അതെടുക്കുക, മെഷർ ചെയ്യുക, താഴത്തെ പോയിന്റിൽ ഇത് ചെയ്യുക. അതിനുശേഷം പൊക്കത്ത് വരയ്ക്കുക. ഇതുപോലെ ഈ സൈഡ്. അങ്ങനെ ഇത് വരച്ചു. അതിനുശേഷം എന്താ ചെയ്യും, ഈ നട്ടിന്റെയും ബോൾട്ടിന്റെയും കൂടെ ഇത് വരയ്ക്കണം. അപ്പം നട്ടിന്റെ വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ ആക്സിസ് അതായത് 2Dയുടെ ഡി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സർക്കിള് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ബോൾട്ടിന്റെ ലെങ്ത് എന്ത് ചെയ്യാം, താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യുവോ അല്ലെങ്കിൽ താഴെ ഇതെടുത്ത് വരയ്ക്കുകയോ ചെയ്താൽ മതി. ഇതേ പോയിന്റ് എടുക്കുന്നു. അതുപോലെ അടുത്ത പോയിന്റ് വരാൻ നേരത്തെ ഇവിടെ വരുന്നു. അതിനുശേഷം ഇവിടെ ഇതേപോലെ ഈ സാധാ ഈ സൈഡിൽ ഓപ്പോസിറ്റും വരയ്ക്കാം. നമുക്ക് 3 പോയിന്റ് കിട്ടിയ എല്ലാ പോയിന്റുകളും യോജിപ്പിച്ച് എന്ത് വരയ്ക്കുക, നമുക്ക് ഹെക്സഗൺ വരയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും കൂടെ റേഡിയസും കൂടെ വരയ്ക്കുക. സർക്കിൾ എടുത്തതിന് ശേഷം മേജർ ഡയമീറ്റർ വരയ്ക്കുക. അതിനുശേഷം മൈനർ ഡയമീറ്റർ വരയ്ക്കുക. മൈനർ ഡയമീറ്റർ വരയ്ക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇതില് കോട്ടന്റെ വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ ഈ ലൈൻ പ്രൊജക്ട് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ നമുക്ക് തന്നിരിക്കുന്നത് 64 ആണ് ലെങ്ത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ലൈൻ നമുക്ക് ഡോട്ടൽ ലൈൻസ് വരയ്ക്കാം. അതുപോലെ തന്നെ ഈ സൈഡിൽ ഏറ്റവും അവസാനത്തെ അതായത് 25 mm ഡയമീറ്റർ ഉള്ളതാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. നമ്മൾ പ്രൊജക്ട് ചെയ്ത് വരച്ചു. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് 10 mm. നമുക്ക് ഇത്രയാണ് 64 നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടം വരെ 64 വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഒരു 10 mm കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 10 mm കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 10 mm നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്ട് ചെയ്ത് വരയ്ക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡോട്ടർ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഏതാണ് ഇതിന്റെ ഒരു ഡോട്ടർ ലൈൻ ഉണ്ട്. അതായത് നമ്മൾ ഇതിന്റെ ഡോട്ടർ ലൈൻ ഉണ്ട്. ആ ഡോട്ടർ ലൈൻ നമ്മൾ വരയ്ക്കണം. അപ്പൊ ഇതിന്റെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ ഡോട്ടർ ലൈനെ നമ്മൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ നടുക്കത്തിന്റെ അതിന് ഇവിടുന്ന് 10 mm ആണ് വരുന്നത്. അതിനുശേഷം 10 mm നമുക്ക് വരയ്ക്കാം. നമ്മുടെ 32ന്റെ അവിടുന്ന് താഴത്തോട്ട് എന്ത് വരയ്ക്കണം, നമ്മുടെ ഡോട്ടർ ലൈൻസ് വരയ്ക്കണം. അതുപോലെ തന്നെ ഇപ്പറയും 32ന്റെ അവിടുന്ന് താഴത്തോട്ട് ഡോട്ടർ ലൈൻസ് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ വരച്ചിരിക്കുന്ന 30
8ന്റെ ഇത് ഇവിടെ നിന്നുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട 1 mm, ഇവിടെ ഒരു 1 mm എൻലാർജ് ചെയ്ത് വരയ്ക്കണം. ഇതുപോലെ തന്നെ ഇവിടുന്ന് 1 mm പുറത്തോട്ട്, 1 mm അല്ല 10 mm. അപ്പം എന്നിട്ട് അതിന് ശേഷം 1 mm പുറത്തോട്ട് തള്ളിപ്പുണ്ട്. 1 mm നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ബുഷിന്റെ പുറത്തേക്ക് 1 mm നീട്ടി വരച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ മെഷർമെന്റ്, നമ്മൾ പൊക്കത്ത് കൊടുത്തിരിക്കുന്ന മെഷർമെന്റ് അല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടുത്തെ 12 mm, ഇവിടുത്തെ 12, താഴത്തെ 6 ഡയമീറ്റർ 12ന്റെയും താഴത്തെ 6ന്റെ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെഷർ ചെയ്യാനുള്ളത്, കൊടുക്കാനുള്ളത്. ഇത് 6 ഡയമീറ്ററിന്റെ, ഇത് 12 ഡയമീറ്ററിന്റെ. അതിനുശേഷം നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 mm ആണ് വരുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എല്ലാം പൊക്കത്തുള്ളത് കൊടുത്തല്ല, അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ തീർന്നു. ഇതിന്റെ ഫ്രണ്ടിന്റെ ടോപ്പ് വ്യൂ ഇതാണ്.